I'm Deepa S. Panikar here inside my house, and today is 1st February, and now Preeta S. Panikar has to send me 15,000 from my father's pension. Actually, it did not send, and waiting for drama, to create stories that someone is sending me. My mother already said the 15,000 which she is the one sending me is from my father's pension, not from anything else actually, and did not send. Always the central government will be giving the pension by 30th or 31st, like that, before the month actually, first actually, and we did everything. My mom went to the bank with me for inspection, this and that, everything we did 2-3 months before, and this criminal will be doing all these things and waiting for some dramas to happen. Here I am, inside my house. This is my house near SNDP. You can see now the time is 9:06. Okay, this is the SNDP building, you can see, and now the time is 9:06 actually. Today is 1st February. Okay, I am with my mother, not with anyone else. Okay. അവൾ തന്നെ അങ്ങ് കുറേ നാളായിട്ടെടുത്തങ്ങ് സുഖിക്കുമായിരുന്നു. പണ്ട് മുതലേ അവൾ കുറേ എടുത്ത് എൻ്റെ അച്ഛൻ്റെത് ഫുള്ളങ്ങ് എടുത്തു വെച്ച് സുഖിക്കലായിരുന്നു അവിടെ ജോലി. ഇപ്പോഴാണ് എനിക്ക് തരാൻ തുടങ്ങിയത്. അവൾ നല്ല ഇപ്പോഴും 38,000 ചില്ലറ കിട്ടുന്നുണ്ട്. 15 തന്നിച്ച് ബാക്കിയെല്ലാം അവൾക്കുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ വലിയ ശമ്പളക്കാരിയാണെന്ന് പറഞ്ഞത്. അവൾ വലിയ ശമ്പളക്കാരി, PhD കാരിയാണെന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെ കണ്ടവരെല്ലാം പൈസ മൂട്ടിച്ചും ഭർത്താവിനെ എല്ലാം വകവരുത്തിയെല്ലാം ഇങ്ങനെ അങ്ങ് നടക്കുക. ഭർത്താവിനെ എല്ലാം വകവരുത്തിയേച്ച് ചേട്ടൻ്റെ കൂടെ പൊറുക്കാൻ ഇങ്ങനെ, ചേട്ടത്തിയുടെ ഭർത്താവിന് ഇതുപോലെ സൽപ്പകവല്ലിയുടെ നല്ല ക്വാളിറ്റീസൊക്കെ ഇവക്കും ഉള്ളത്. ചേട്ടത്തിയുടെ ഭർത്താവിനെ പിടിക്കാൻ നടക്കുമായിരുന്നു ഇവള്. നമ്മളെ അങ്ങ് വകവരുത്തിയേച്ച് ചേട്ടത്തിയുടെ ഭർത്താവിൻ്റെ കൂടെ പൊറുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഭയങ്കര മോഹിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവളുടെ പ്രീത എസ് പണിക്കർ എന്ന് പറയുന്ന കള്ളിയുടെ ഇതിൽ. അങ്ങനെയാണ് നമ്മൾ അവനെ ഡിവോഴ്സ് ചെയ്ത്. ഇവളുടെ ചെല്ലമുരളി എന്ന് പറയുന്നവനെ എല്ലാം തട്ടിക്കഴിഞ്ഞേച്ച് ഇവൻ ബിജു പി അവൻ്റെ വീട്ടിലോട്ടാണ് ഇവളെ കൊണ്ട് കയറിയത്. ഇപ്പം ഇവൻ കൊണ്ടുപോയി പാലക്കാട് വിടുകയൊക്കെ ചെയ്തത് ഈ ബിജു പി എന്ന് പറയുന്നവനാണ്. ഇവനങ്ങ് കൊണ്ട് നടപ്പായിരുന്നു ഇവളെ, പ്രീത എസ് പണിക്കർ എന്ന് പറയുന്നവളെ. അങ്ങനെ ഞാൻ ബന്ധം ഒഴിയുന്നത് ഇവനെ. അങ്ങനെ നമുക്ക് മനസ്സിലായി, അങ്ങനെ ഇവനെ നമ്മൾ ബന്ധം ഒഴിയുന്നത്. ഇവൻ ഇവളെയും കൊണ്ട് അങ്ങ് നടപ്പായിരുന്നു. പിന്നെ പാലക്കാട്ട് കൊണ്ടുപിടിയിൽ അവിടുന്ന് കൊണ്ടുവരാൻ 13ാമത്തെ ദിവസം ചെല്ലമുരളി ചത്തു കഴിഞ്ഞപ്പം 13ാമത്തെ ദിവസം ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്ന് ഇവൻ്റെ വീട്ടിലോട്ടൊക്കെ കയറി. എന്നിട്ട് ഇവളുടെ ചെല്ലമുരളി എന്ന് പറയുന്ന അവൻ്റെ ആ പാവത്തിൻ്റെ പെങ്ങടെ ഒരു ഭർത്താവ് പറഞ്ഞു പുതിയ സാരിയും വളയൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. എന്തോ ഇതിനാണ് പുതിയ സാരിയും വളയൊക്കെ പോകുന്ന വഴിക്ക്. അങ്ങനെ വല്ല കഷ്ടമുണ്ടോ തമിഴ്നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ ഭാര്യയെ വിളിച്ചുകൊണ്ട് പോകുന്നത് കഷ്ടമുണ്ടോ? അപ്പം പുതിയ സാരിയും വളയൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇവനങ്ങ് ഏതാണ്ട് കൊണ്ടുപോകാന്നുള്ള രീതി വരുത്താൻ വേണ്ടി പുതിയ സാരിയും വളയൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ അവിടെ കണ്ടല്ലൂർ ഇവൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് കയറ്റി ഇവൻ പിന്നെ പാലക്കാട്ടോട്ട് കൊണ്ടുപോയത്, ഇവളെ എഴുന്നള്ളിച്ചുകൊണ്ട് പോയത് പാലക്കാട്ട്. ഇവിടെ പാലക്കാട്ടാണ് ഇപ്പം. അപ്പോൾ അവിടോട്ട് പോയ വഴിക്ക് എന്തുവാ വാങ്ങിച്ചോ കൊടുത്തോ വല്ലോ ഒന്നും അറിയത്തില്ല. അങ്ങനെ വലിയ കള്ളിയാണ് ഇവളെല്ലാവരുടെയും പൈസയും മൂട്ടിച്ച് ഇങ്ങനെ നടക്കുക. എന്നെ വകവരുത്തിയേച്ചെല്ലാം പിടിച്ചു പറിക്കാനായിട്ട് നടക്കുക ഇവളിങ്ങനെ. ഇവനും കൂടെ ബിജു പിയും പ്രീത എസ് പണിക്കറും കൂടെ അതിന് നടക്കുക.